Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വൺ പോട്ട് ചിക്കൻ ആൻഡ് റൈസിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള കുറേ പേര് നമ്മളുടെ കമന്റ് സെക്ഷനിൽ അവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറച്ച് റെസിപ്പികൾ അപ്ലോഡ് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത അതുതന്നെയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കുറഞ്ഞ ഐറ്റംസ് വെച്ച് കുറഞ്ഞ ടൈമിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന വളരെ നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഞാനിന്ന് ഉപയോഗിക്കുന്നത് വിത്ത് സ്കിന്നാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിത്ത് സ്കിന്ന്, ഇല്ലാന്നുണ്ടെങ്കിൽ വിത്തൗട്ട് സ്കിന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തതായി നമുക്ക് ചിക്കൻ ഒരു നൈഫ് കൊണ്ട് നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് മസാല നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പിടിക്കാനായിട്ടാണ്. നമ്മൾ ഹോൾഡ് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നമുക്കെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കന് വേണ്ടിയുള്ളൊരു മാരിനേഷനാണ്. നമ്മളൊരു പാത്രം എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. അടുത്തായി നമുക്ക് നല്ല നീരുള്ള ഒരു 1.5 നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഫ്ലേവറിന് വേണ്ടും, രണ്ടാമത് നമ്മളുടെ മീറ്റുകൾ ഏത് ഐറ്റം ആയാലും അത് നന്നായിട്ട് ടെൻഡറൈസ് ചെയ്യാനുമായിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തായി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അടുത്തായി നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വെർജിൻ ഒലിവ് ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിക്കാം. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തായി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന മാതിരി നമ്മളുടെ മാരിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമ്മളുടെ ചിക്കനുമായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ ഒരു പാത്രം എടുത്ത് വെച്ചതിന് ശേഷം നേരത്തെ ഹോൾഡ് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളുണ്ടാക്കിയ നമ്മളുടെ മാരിനേഷൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ഏകദേശം ഒരു മിനിമം 1 മണിക്കൂർ, ഇല്ലാന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തായി നമ്മൾ ഉണ്ടാക്കുന്നത് 1 പോട്ട് ചിക്കൻ റൈസിന് നമുക്ക് ടോപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോസാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 കുടം വെളുത്തുള്ളി നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ ജാറിലേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് 1 പിടി മല്ലിയില, 1 എഗ്ഗ്, 1 നാരങ്ങ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് വിനാഗിരി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചാൽ മതി. അടുത്തായി 1 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. അടുത്തായി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്ത് മാറ്റി വെക്കാം. അടുത്തായി നമുക്കൊരു സ്റ്റൗ എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു പാൻ എടുത്ത് സ്റ്റൗവിലേക്ക് വെക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചിരുന്ന നമ്മളുടെ ചിക്കൻ ഇതിലേക്ക് നമുക്ക് വെക്കാം. നമ്മളുടെ ചിക്കൻ ഏകദേശം ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് മറിച്ചിടാം. വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മളുടെ ചിക്കൻ വീണ്ടും ഞാനൊരു 5 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തം നമ്മൾ 10 മിനിറ്റ് നേരമാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തായി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ ചിക്കൻ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മാത്രമാണ് ഇപ്പോൾ കുക്കായിരിക്കുന്നത്. ബാക്കി നമ്മൾ റൈസിൻ്റെ കൂടിയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അടുത്തായി നമ്മൾ സെയിം പാനിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വലിപ്പമുള്ള 2 ഒനിയൻ ഇതിലേക്ക് ഇടുകയാണ്. ഒനിയൻ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിട്ട ഒനിയൻ ഒരു 1/4 ഭാഗത്തോളം കുക്കായി കഴിയുമ്പം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിപ്പമുള്ള 2 ടൊമാറ്റോ നമുക്കിതിലേക്ക് ഇടാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ ടൊമാറ്റോയും ഒനിയനും നന്നായി കുക്കാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമുക്ക് കാണുന്ന മാതിരി നമ്മളുടെ ടൊമാറ്റോയും ഒനിയനും ഇവിടെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അടുത്തായി നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മളുടെ ബാക്കിയുള്ള മസാലയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം
കഴുകി സോക്ക് ചെയ്ത് വെച്ചിരുന്ന 2 കപ്പ് ബസ്മതി റൈസ് നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്തതായി നമുക്കിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മെഷർ ചെയ്തെടുത്ത 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യാം. കഴിച്ച് നമുക്ക് കാണുന്ന മാതിരി നമ്മൾ ഒഴിച്ച വെള്ളം റൈസിൽ നന്നായിട്ട് അബ്സോർവ് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം. നമ്മളുടെ ബാക്കിയുള്ള ജ്യൂസും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അടുത്തതായി കുറച്ച് മല്ലിയില നമുക്ക് ഇതിന് മുകളിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് സിൽവർ ഫോയിൽ എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് സീൽ ചെയ്യാം. നിങ്ങൾക്ക് സിൽവർ ഫോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാനിന് കറക്റ്റ് സ്യൂട്ട് ആവുന്ന ഒരു ലിഡ് വെച്ചിട്ടായാലും നമുക്ക് കവർ ചെയ്താൽ മതി. അതിനുശേഷം നമ്മളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഏറ്റവും മിനിമത്തിൽ ഇട്ടതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. സെറ്റ് ദ ടൈമർ ഫോർ 20 മിനിറ്റ്സ്. 20 minutes counting down. ഗൈസ്, അങ്ങനെ നമ്മളുടെ 20 മിനിറ്റ്സ് കൂടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മളുടെ സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ലിഡ് ഒന്ന് മാറ്റി നോക്കാം. നമ്മളുടെ റൈസും ചിക്കനും ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്കിന്ന് ഗാർണിഷ് ചെയ്യുവാനായിട്ട് കുറച്ച് കട്ട് ചെയ്ത മല്ലിയില, ചോപ്പ് ചെയ്ത കുറച്ച് ടൊമാറ്റോ, അടുത്തതായി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഗാർലിക് കൊറിയാണ്ടർ സോസ്. അങ്ങനെ നമ്മളുടെ ചിക്കൻ ആൻഡ് റൈസ് 1 പോട്ട് റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടുത്തായി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, അടുത്തായിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. നല്ല ചിക്കനൊക്കെ നല്ല മസാലയുടെ നല്ല ഫ്ലേവർ ഉണ്ട്. അതുമാതിരി നമ്മുടെ റൈസും നല്ല ഫ്ലേവർഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ബിഗിനറിന് അല്ലെന്നുണ്ടെങ്കിൽ കുക്കിംഗ് പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ, നമുക്ക് അധികം പാത്രങ്ങൾ കഴിയേണ്ടി വരത്തില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കുക്കിംഗ് മെത്തേഡാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയുള്ളവർ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഇതുമാതിരത്തെ റെസിപ്പികൾ നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അതും പ്രത്യേകം എഴുതി അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബാച്ചിലർ ഫ്രണ്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ നമ്മളുടെ ഈ റെസിപ്പി ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ ഈറ്റ് good food, stay healthy until I see you with a different video. Bye bye.